നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യാറുണ്ടോ? അത് നിങ്ങളുടെ മനസ്സിൽ മാത്രം വെച്ച് നിൽക്കലാണോ? അല്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ സർവീസ് ഫീൽഡിൽ നമുക്ക് പല ടിപ്സും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്താൽ റെഡിയാകും, അല്ലെങ്കിൽ ഇത് ഈ ഒരു മെത്തേഡിൽ ചെയ്ത് റെഡിയാകും എന്നുള്ള പല കാര്യങ്ങളും നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യാറുണ്ടോ? അത് നിങ്ങളുടെ മനസ്സിൽ മാത്രം വെച്ച് നിൽക്കലാണോ? ഇപ്പം നമുക്ക് ഒരുപാട് ടെക്നീഷ്യനായിട്ടുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സൊല്യൂഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ അവർ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. അപ്പം നമ്മുടെ രീതിയിലൊരു കണക്റ്റഡും ആവും. ഒരുപാട് ആൾക്കാർക്ക് പല സൊല്യൂഷൻസും പല മെത്തേഡും പല ടിപ്സും കാര്യങ്ങളൊക്കെ പല ആൾക്കും മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഷെയർ ചെയ്യാണ്ട് നമ്മുടെ മനസ്സിൽ മാത്രം നമ്മൾ വെച്ച് നിന്നിട്ട് കാര്യമില്ല. നമുക്ക് ഇതുകൊണ്ട് നമുക്ക് മാത്രം ഉപകാരമുള്ളൂ, വേറെ ആൾക്ക് ഉപകാരമില്ല. ഇപ്പം നിങ്ങൾ വേറെ ആൾക്കും ഷെയർ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്കും അതേപോലെ ആരും ഷെയർ ചെയ്ത് തരില്ല. ഇപ്പം നമുക്ക് കിട്ടുന്ന ഓരോ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യാം. അതേപോലെ ഇപ്പം നിങ്ങൾ ഡി സിയിൽ ഒരു റീഡിങ് കിട്ടുകയാണ്, അതായത് ഡി സി പവർ സപ്ലൈ ചെക്ക് ചെയ്ത് നോക്കുമ്പം ഇപ്പോൾ ഒരു iPhone 40 Pro Max ഒരു റീഡിങ് അതായത് ശരി ഒരു 80 അല്ലെങ്കിൽ 90 സ്റ്റക്കായി. നിങ്ങൾ അതിൽ ഈ ഒരു സൊല്യൂഷൻ ചെയ്തപ്പോൾ അതിൽ ഓക്കെ ആയി. വീണ്ടും നിങ്ങൾക്ക് ഇതേപോലെ 40 സീരീസ് കിട്ടി അല്ലെങ്കിൽ 40 Pro Max കിട്ടി. നിങ്ങൾ അതിലും ഇതേ സെയിം റീഡിങ് വന്നപ്പോൾ നിങ്ങൾ ഇതേ സെയിം കാര്യം ചെയ്തു, അതായത് അതേ സൊല്യൂഷൻ ചെയ്തപ്പോൾ അത് ഓക്കെ ആയി. അപ്പം ഇതൊരു കോമൺ ഇഷ്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതേപോലെ ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇതേപോലെ ഈ റീഡിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? നിങ്ങൾ പറഞ്ഞ ഈ സൊല്യൂഷൻ ട്രൈ ആക്കി നോക്കും. അപ്പോൾ അവർക്ക് അവിടെ ഒരു പുതിയ സൊല്യൂഷൻ കിട്ടി. ഇതേപോലെ അവരെന്തെങ്കിലും സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഇതേപോലെ ഷെയർ ചെയ്ത് തരും. നമുക്കിപ്പോൾ ഡി സി പവർ സപ്ലൈ വെച്ചിട്ട് പ്രോബ്ലം ഫൈൻഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഓരോ റീഡിങ്ങിലും എന്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെക്ക് ചെയ്യേണ്ടത്, എൻ്റെ ഒരു PDF ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുന്നത്തെ റീലിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ആ ഒരു PDF ഫയലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അയച്ചാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്കും ഒരുപാട് ഉപകാരങ്ങളുണ്ട്. കാരണം എനിക്ക് എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ ഞാനത് ബാക്കിയുള്ളവരോട് ചോദിക്കുമ്പോൾ അവർ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് നമ്മളൊരു പരസ്പരം ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കും ഉപകാരമാണ്, നമ്മളെക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഉപകാരം ഉണ്ടാവും, ബാക്കിയുള്ളവരെ കൊണ്ട് എന്താണ് നമുക്കും ഉപകാരം ഉണ്ടാവും. അപ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. നമ്മളത് നമ്മുടെ മനസ്സിൽ മാത്രം വെച്ച് നിന്നിട്ട് കാര്യമില്ല. ആ ഒരു രീതിയിൽ വർക്ക് ചെയ്താലേ നമ്മുടെ ഈ ഫീൽഡിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ.